അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും മോനും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ. അതായത് എൻ്റെ ആങ്ങള വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഹലുവ വേണമെന്ന് പറഞ്ഞ് അത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് അവൻ പറഞ്ഞ് ബിരിയാണി ചോറെന്നേ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നേരെ അവിടെ സൂപ്പർ ഹുസൈൻഖാൻ്റെ ഹോട്ടലുണ്ട്. അവിടുന്ന് 2 ബിരിയാണി വാങ്ങി ഞാനും മോനും കൂടി നേരെ ഓട്ടോ കയറി കൊടുക്കാനായിട്ട് പോവാണ്. ബിരിയാണി കൊടുക്കാനുള്ള സാധനം കൊടുക്കണം. അപ്പോൾ അടുത്തത് റെയിൽവേയിലേക്കാട്ടോ പോണത്. ഇതാണ് നമ്മൾ റെയിൽവേ ബ്രിഡ്ജ്. ഏകദേശം അവിടെ നിന്ന് കുറച്ച് അടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ റെയിൽവേയിലെത്തി. ഇനി അടുത്തത് എന്താ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങണ്ടേ? അപ്പോൾ അതിനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് മേടിച്ചു. നേരെ ഇപ്പുറത്തേക്ക് സ്റ്റേഷനിലേക്ക് എത്തി. ട്രെയിനും വരുന്നത് കാത്തുക്കാണ്. അപ്പോൾ എൻ്റെ മോനിക്ക് അവിടുന്ന് എന്താ പറയുക, ലേസ് വേണം, കുടിക്കാൻ വേണം, ദാഹിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് പീടിക കണ്ടപ്പോൾ പിന്നെ മക്കൾക്കുള്ളതാണല്ലോ. അപ്പോൾ അതും മേടിച്ചു കൊടുത്ത് പിന്നെ തിന്നുന്ന തിരക്കിലാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ വരാനുള്ള സമയം ഏകദേശം ആവുന്നുണ്ട്. അനൗൺസ് ട്രെയിൻ വരാനായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ട്രെയിന് വരുന്നു. അപ്പം എന്നോട് നിൽക്കാൻ പറഞ്ഞ സ്ഥലം ഇതല്ല കേട്ടോ. പിന്നെ ഓടൽ ട്രെയിന് പോയില്ലേ. അപ്പം നമ്മളെ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. എൻ്റെ ആങ്ങൾ അവിടുന്ന് പറഞ്ഞ സ്ഥലം വേറെ ആയിരുന്നു. അപ്പോൾ അത് കയറുമ്പോൾ ഒരിക്കൽ സാധനം കൊടുത്ത് എടുക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല, സോറി കേട്ടോ, കട്ടായിപ്പോയി. അപ്പോൾ അത് കൊടുത്ത് ട്രെയിനിൽ പോയി ടാറ്റ ബായ് ബായ് എന്ന് പറഞ്ഞ് അവിടുന്ന് നേരെ ഓട്ടോ കയറാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന. നേരെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അവിടെ ലൈനിൽ നിന്ന് ഓട്ടോ കയറി നേരെ കല്യാണ വീട്ടിലേക്കാട്ടോ. ഞായറാഴ്ച കേട്ടോ അത് പോയത്. വീടിടാൻ നേരം വൈകുന്നേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ ഓട്ടോ കയറിയ സ്ഥലം കേട്ടോ. ആ വഴിക്ക് തന്നെയാണ് തിരിച്ച് കല്യാണ വീട്ടിലേക്കും വരുന്നത്. അപ്പോൾ അതാ നമ്മൾ കല്യാണ വീട്ടിലെത്തി. അവിടെ എല്ലാവരും കണ്ടു സംസാരിച്ച് പിന്നെ ഏകദേശം നമ്മൾ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതായാലും ഭക്ഷണം കഴിച്ചോളിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പ്ലേറ്റ് ചോറും വാങ്ങി ഞാനും മോനും കഴിച്ചു. പിന്നെ നേരെ അവിടുന്ന് ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ നേരെ ഒരു ഉപ്പിലിട്ട പീടികയുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഉപ്പിലിട്ടത് വാങ്ങി മോനിക്ക് കുടിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുത്ത് ഇനി അടുത്തത് നേരെ ഓട്ടോ കയറി. ഇനി അടുത്തത് നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് കേട്ടോ. റോഡൊക്കെ ഫുള്ള് തിരക്കാണ്. എല്ലായിടത്തും കല്യാണമാണ്. റോഡിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഫുള്ള് തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരക്കാണ്. അത് കഴിഞ്ഞ് നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ വീടെത്തി ഓട്ടോ ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. അപ്പം ഓരൊക്കെ ചോറ് തിന്നുന്ന സമയം ആവണുള്ളൂ കേട്ടോ. നമ്മളിവിടെ പോകുമ്പോൾ ഇവളതാ ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ വിളമ്പാണ് അവർ. അങ്ങനെയൊക്കെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് നേരെ ഇനി ടൗണിൽ പോകാനുണ്ട് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി. പിന്നെ അതാ ടൗണിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷോപ്പ് പോകണ്ടതിന്. അപ്പോൾ അവിടെ പോയി. പറ കാണട്ടെ പേര്. ഏത് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുമോ പോയാൽ. പിന്നെ അവിടുന്ന് നേരെ വന്ന് SM സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. SM സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. തിരക്കെന്ന് വെച്ചാൽ ബമ്പം തിരക്കാണ്. ഞായറാഴ്ച പിന്നെ പ്രത്യേകമാണ്. ഞായറാഴ്ച കേട്ടോ അത്. അവിടെ ഫുള്ള് തിരക്കാണ്. അത് കഴിഞ്ഞ് അവിടെയൊക്കെ തെണ്ടി കഴിഞ്ഞപ്പോൾ പിന്നെ വിശപ്പ് തുടങ്ങി. അപ്പം നേരെ അതാ നമ്മളെ അലിഭവൻ്റെ ഹോട്ടലിലേക്ക് പോയിട്ടോ. ഇവിടെ നല്ല ദോശ ഉഴുന്നോടൊക്കെ കിട്ടും. അവിടെ പോയി ഉഴുന്നോടൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഓട്ടോ കയറി വീട്ടിലേക്ക് പോന്നു. ടാറ്റാ ബൈ ബൈ. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവരും കാണാം.